ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു KU FIUGB ഓൺലൈൻ. ഇന്ന് ഞാൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മോഡ്യൂൾ 4 സ്പോക്കൺ സ്കിൽസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുമ്പത്തെ ക്ലാസ്സസ് കാണാത്തവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിപ്പോൾ സിലബസ് ഡിസ്കഷൻ നടത്താം. ഓക്കെ. യൂണിറ്റ് 15 എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് പ്രസൻറ്റേഷൻസ്, യൂണിറ്റ് 16 ഓറൽ പ്രസൻറ്റേഷൻ, യൂണിറ്റ് 17 ഡിബേറ്റ് സ്പീച്ചസ് ആൻഡ് ഇൻ്റർവ്യൂ, യൂണിറ്റ് 18 ഗ്രൂപ്പ് ഡിസ്കഷൻ. നമുക്കിനി ടോപ്പിക് ബൈ ടോപ്പിക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. സ്പോക്കൺ സ്കിൽസ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, കണ്ടക്റ്റിംഗ് പ്രസൻറ്റേഷൻസ്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ ഓഡിയൻസ്, സെറ്റിംഗ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രക്ചറിങ് ദ പ്രസൻറ്റേഷൻ ഫ്ലോ. ഒരാൾ പ്രസൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ തന്നെ അതിലുള്ള ഓഡിയൻസിനെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ സെറ്റ് ചെയ്യണം. പിന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഫ്ലോ നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ വിഷ്വൽ എയ്ഡ്സ്, effective use of slides, charts and multimedia to enhance clarity and engagement. ഓഡിയൻസിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ടുള്ള ചാർട്ട്സും മൾട്ടിമീഡിയയും സ്ലൈഡ്സും ഒക്കെ ഉപയോഗിക്കണം. പിന്നെ ഡെലിവറി ടെക്നിക്സ്, മാനേജിങ് നെർവ്സ്, മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്, യൂസിങ് എഫക്റ്റീവ് ജെസ്റ്റേഴ്സ് ആൻഡ് വോയിസ് മോഡുലേഷൻ. ഐ കോണ്ടാക്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എഫക്റ്റീവ് ജെസ്റ്റേഴ്സ്, ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആയാലും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയാലും നമ്മളത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഡെലിവർ ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കരമായിട്ട് ഡെലിവർ ചെയ്യണം. പിന്നെ വോയിസ് മോഡുലേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് വോയിസ് മോഡുലേഷൻ. വോയിസ് മോഡുലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഫുൾ കൺഫ്യൂഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ടോൺ ഓഫ് വോയിസ് നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഹാൻഡ്ലിങ് Q&A. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഭയങ്കരമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പേ തന്നെ കണക്ക് കൂട്ടിയിട്ട് അതിനുള്ള പ്രിസൈസ് ആൻഡ് ഷോർട്ട് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസസ് നമ്മൾ കൊടുക്കണം. ഓറൽ പ്രസൻറ്റേഷൻ, സൈൻ പോസ്റ്റിംഗ്, യൂസിങ് ട്രാൻസിഷൻ മാർക്കേഴ്സ് ടു ഗൈഡ് ദ ഓഡിയൻസ് ത്രൂ ദ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. ചില ട്രാൻസിഷൻ വേർഡ്സ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് ലൈക്ക് ആൻഡ്, ഓൾസോ, ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, പിന്നെ മോർ ഓവർ, അങ്ങനത്തെ വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മെസ്സേജ് കൺവേ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ കണ്ടൻറ് സ്ട്രക്ചറിങ്, മെത്തേഡ്സ് ഫോർ ഹൈലൈറ്റിംഗ് കീ പോയിൻറ്റ്സ് ആൻഡ് സമ്മറൈസിങ് ഇൻഫോർമേഷൻ എഫക്റ്റീവ്ലി. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇൻഫോർമേഷൻ സമ്മറി ആക്കിയിട്ട് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് അറൈസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കീ പോയിൻറ്റ്സും ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്, ടെക്നീക്സ് ടു കീപ് ദ ഓഡിയൻസ് ഫോക്കസ് ത്രൂ ഔട്ട് ദ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ മൊത്തം ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ടെക്നീക്സൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്സാമ്പിൾ, നന്നായിട്ടുള്ള അട്രാക്റ്റീവ് സ്ലൈഡ്സും പിക്ചേഴ്സും ചാർട്ട്സും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ഓഡിയൻസ് എൻഗേജ്മെൻറ്റിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തത് പ്രാക്ടീസ് ആൻഡ് ഫീഡ്ബാക്ക്, ദ ഇമ്പോർട്ടൻസ് ഓഫ് റിഹേഴ്സൽസ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് കൺസ്ട്രക്റ്റീവ് ക്രിട്ടിക് ടു റിഫൈൻ ഓറൽ ഡെലിവറി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പ്രസൻറ്റേറ്റർ നന്നായിട്ട് നമ്മൾ റിഹേഴ്സ് ചെയ്ത് നോക്കണം. 1, 2, 3 പ്രാവശ്യം നമ്മൾ റിഹേഴ്സ് ചെയ്ത് നോക്കിയിട്ട് വേണം ശരിക്കുള്ള പ്രസൻറ്റേഷൻ ചെയ്യാൻ. ഡിബേറ്റ്സ്, സ്പീച്ചസ് ആൻഡ് ഇൻ്റർവ്യൂസ്. ഡിബേറ്റ്സ്, സ്ട്രക്ചറിങ് ആർഗ്യുമെൻറ്റ്സ് ലോജിക്കലി, ആക്റ്റീവ് ലിസണിങ് ആൻഡ് കൗണ്ടർ ആർഗ്യൂയിങ് റെസ്പെക്റ്റ്ഫുള്ളി. നമ്മുടെ എല്ലാ ആർഗ്യുമെൻറ്റ്സും ലോജിക്കലി സ്ട്രക്ചർ ചെയ്തിട്ട് ബാക്കി എല്ലാ ആർഗ്യുമെൻറ്റ്സും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഉത്തരം റെസ്പെക്റ്റ്ഫുള്ളി കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിബേറ്റ്സ്. അടുത്തത് സ്പീച്ചസ്, അഡാപ്റ്റിംഗ് ടോൺ ആൻഡ് സ്റ്റൈൽ ടു ദ ഒക്കേഷൻ, പെർസ്വേസീവ് സ്പീക്കിംഗ് ടെക്നീക്ക്. ഒരു ഓഡിയൻസിനെ ഒരു ഒക്കേഷൻ അനുസരിച്ച് നമ്മുടെ ടോണും സ്റ്റൈലും മാറ്റി നമ്മൾ പറയുന്ന മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പീച്ച്. ഇൻ്റർവ്യൂസ്, പ്രിപ്പറേഷൻ, റിസർച്ചിങ് ദ എംപ്ലോയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻ്റർവ്യൂ പ്രോസസ്സ്. എംപ്ലോയറിനെ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടും നന്നായിട്ട് ഇൻ്റർവ്യൂ പ്രോസസ്സിനെ മനസ്സിലാക്കിയും നമുക്ക് ഇൻ്റർവ്യൂസിന് പ്രിപ്പറേഷൻ നടത്താവുന്നതാണ്. പിന്നെ എക്സിക്യൂഷൻ, പ്രാക്ടീസിങ് റെസ്പോൺസസ് ടു കോമൺ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ്, മാനേജിങ് ബോഡി ലാംഗ്വേജ് ആൻഡ് പോസ്റ്റ് ഇൻ്റർവ്യൂ ഫോളോ അപ്പ്. എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിന് ഉത്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടും പിന്നെ നമ്മുടെ തന്നെ ബോഡി ലാംഗ്വേജ് നമ്മൾ മാനേജ് ചെയ്തിട്ടും പിന്നെ മോക്ക് ഇൻ്റർവ്യൂസൊക്കെ നടത്തിയിട്ട് ആ ഇൻ്റർവ്യൂസൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ റെസ്പോൺസസും ബോഡി ലാംഗ്വേജും ഒക്കെ ഓക്കെ ആയിരുന്നോ അതോ മോശമായിരുന്നോ എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് ഡിസ്കഷൻ, പാർട്ടിസിപ്പേഷൻ ഡൈനാമിക്സ്, ബാലൻസിങ് സ്പീക്കിംഗ് ടൈം
ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഗ്രൂപ്പ് കൺസെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്പീക്കിംഗ് ടൈം ബാലൻസും ചെയ്യണം, ബാക്കി എല്ലാവരുടെയും വ്യൂ പോയിൻറ്റ്സ് കേൾക്കുകയും വേണം, കേട്ട് മനസ്സിലാക്കുകയും വേണം. പിന്നെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും വേണം. പിന്നെ അടുത്ത പോയിൻ്റ് പ്രൊഫഷണൽ എറ്റിക്വറ്റ്, റെസ്പെക്ട്ഫുൾ ഡിസഗ്രീമെൻറ്റ്, ടേൺ ടേക്കിംഗ് ആൻഡ് സ്റ്റിയറിംഗ് ദ ഡിസ്കഷൻ ബാക്ക് ടു ദ എജൻഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെങ്കിലും ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ്ഫുള്ളി നമ്മുടെ ഡിസഗ്രിമെൻ്റ് അറിയിക്കുകയും വേണം. പിന്നെ ഓരോ ടേൺ ബൈ ടേൺ നമ്മുടെ റീസൺസ് ബോധ്യപ്പെടുത്തുകയും വേണം. പിന്നെ ആരെങ്കിലും ഒരാൾ എജൻഡ വിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് വിട്ട് വേറെ ടോപ്പിക്കിലേക്ക് മാറിപ്പോകുന്നെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അതിൽ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റും കൂടെ ചേർത്തിട്ട് എജൻഡയിലേക്ക് തിരിച്ച് ആ ഡിസ്കഷൻ കൊണ്ടുവരേണ്ടതുമാണ്. അടുത്ത പോയിൻ്റ് അനലിറ്റിക്കൽ തിങ്കിങ്, കോൺട്രിബ്യൂട്ടിംഗ് ഇൻസൈറ്റ്ഫുൾ പോയിൻറ്റ്സ് ആൻഡ് സിന്തസൈസിങ് ഡൈവേഴ്സ് ഒപ്പീനിയൻസ് വിത്തിൻ ദ ഗ്രൂപ്പ്. സ്വന്തമായിട്ടും എല്ലാവരും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരുടെ പേഴ്സണൽ ഇൻസൈറ്റ്ഫുൾ പോയിൻറ്റ്സ് കോൺട്രിബ്യൂട്ടും ചെയ്യണം. പിന്നെ ഡൈവേഴ്സ് ഒപ്പീനിയൻസ് എല്ലാം വാല്യൂയും ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയിൽ ഞാൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ മോഡ്യൂൾ 4 ആയ സ്പോക്കൺ സ്കിൽസാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്തോളാം. അടുത്ത വീഡിയോയിൽ ഞാൻ മോഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.